ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. അപ്പോൾ നമ്മുടെ പ്രമുഖരായിട്ടുള്ള കുറേയധികം ഇൻഫ്ലുവൻസേഴ്സ് ആണോ അവരെ ഇൻഫ്ലുവൻസ വൈറസ് എന്നാണോ പറയേണ്ടത്? നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് കണ്ടതിന് ശേഷം നിങ്ങൾ പറയുക. ചില ആൾക്കാരുടെയൊക്കെ വെളുപ്പിക്കൽ കണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഈ മറ്റേ ഡേറ്റിംഗ് ആപ്പ് അഥവാ ഡേറ്റിംഗ് എന്താണ് നിങ്ങൾ ഡേറ്റിംഗ് ആപ്പ് എന്തുകൊണ്ട് ഫ്രണ്ട് ആപ്പ് ഒക്കെ പ്രൊമോട്ട് ചെയ്ത് ഫ്രണ്ട് ആപ്പ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന വെച്ചാൽ അതൊക്കെ സമൂഹത്തിന് ഭയങ്കര റിലവൻ്റ് ആണേ, കാലത്തിന് അനുസരിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ മെഴുകൽ, പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, വെറും സാമൂഹിക സേവനം മാത്രമാണ് ലക്ഷ്യം. പക്ഷേ ഓൺലൈൻ വ്യഭിചാര പരിപാടി നടത്തുന്ന ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തിയ പ്രമുഖ ഇൻഫ്ലുവൻസേഴ്സെ നിങ്ങളെയൊക്കെ ഇൻഫ്ലുവൻസ വൈറസ് എന്ന് വിളിക്കണോ വേണ്ടതെന്ന് ഇവിടെ ഇത് കാണുന്ന പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. വളരെ ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. നിങ്ങൾ അത് കേൾക്കുക. അതിൻ്റെ ഒരു അനുഭവസ്ഥയായ ഒരു പെൺകുട്ടി പച്ചയ്ക്ക് തന്നെ എല്ലാം ഒന്ന് വിളിച്ച് പറയുന്നുണ്ട്. ആ വിളിച്ച് പറയുന്ന ആ ഒരു കാര്യം ഈ പറയുന്ന മഹാറാണിമാരും രാജാക്കന്മാരും ഒക്കെ ഒന്ന് കേൾക്കണം. നിങ്ങളൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്തിട്ടാണ് ആ കുട്ടി ഇത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കിയത്. പറയട്ടെ എന്താണ് കാര്യം എന്നുള്ള കാര്യം ആ കുട്ടി പറയുന്നത് തന്നെ നമുക്ക് കേൾക്കാം. ഓക്കെ, ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ ഞാൻ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന വീഡിയോസ് ഫ്രണ്ട് ആപ്പിനെ കുറിച്ചാണ്. ഈ ഫ്രണ്ട് ആപ്പ് എനിക്ക് എവിടെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഒരുപാട് പേര് ഫ്രണ്ട് ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ആപ്പിന്റെ പേര് എനിക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബർ, 1 മില്യണിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ, അവരുടെ പേര് ഞാൻ പറയുന്നില്ല, അവർ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഈ ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി. ഈ കുട്ടി ഇൻഫ്ലുവൻസ്ഡ് ആയത് പോലും വളരെയധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള, അഥവാ 1 മില്യൺ മേളിൽ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു എന്താണ് പറയുക, ഇൻഫ്ലുവൻസർ പറഞ്ഞിട്ടാണ് ഇവർ ഇത് ഡൗൺലോഡ് ചെയ്തെന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് കമൻറ്റ് ബോക്സ് കുറച്ച് ദിവസം മുമ്പ് ഇട്ട ഒരു വീഡിയോയുടെ അകത്തൊരു ഭയങ്കര എഡ്യൂക്കേറ്റഡ് ഉള്ള ഒരു ഫാമിലിയിൽ നിന്നുള്ളൊരു ഇൻഫ്ലുവൻസറിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അമ്മ ടീച്ചറാണ്, വലിയ ഫാമിലിയിൽ നിന്നാണ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറഞ്ഞു. വലിയ ഫാമിലിയാണ്, നല്ല കുടുംബമൊക്കെയാണ്, അതുകൊണ്ട് എന്തായി സമൂഹത്തിൻ്റെ മുമ്പിൽ നല്ല പേരാണ്. അപ്പം നല്ല പേരുള്ള ഒരാൾ ഈ പറഞ്ഞ മോശം പരിപാടിയെ നല്ലതായിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് കണ്ടുവരുന്ന ബഹുഭൂരിപക്ഷ ആൾക്കാർ അത് നല്ലതെന്ന് വിചാരിച്ചിട്ട് മറ്റ് ഏത് സോക്കോൾഡ് ഇൻഫ്ലുവൻസർ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ ഡൗൺലോഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിലവിൽ ഈ കുട്ടി പറഞ്ഞതുപോലെ 1 മില്യൺ ഫോളോവേഴ്സിന് മേളിലുള്ള, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് മേളിലുള്ള ചാനലാണ് ആ ഒരു പ്രസ്തുത ചാനലടക്കം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മനസ്സിലാക്കണം, ഇൻഫ്ലുവൻസർ ആണോ ഇൻഫ്ലുവൻസ വൈറസുകളാണോ ഇവരെന്ന്. പൈസയ്ക്ക് വേണ്ടി എന്ത് തറ പരിപാടികളും പ്രൊമോട്ട് ചെയ്യുന്ന യാതൊരു മടിയും ഇല്ലാത്ത കുറേ എണ്ണം. ഓക്കെ, ബാക്കി കേൾക്കാം. അപ്പൊ അവരതിൽ പറയുന്നത് അവർ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഞാനും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി, നമുക്ക് ഓൺലൈനായിട്ട് നല്ല ഫ്രണ്ടിനെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ അടുത്ത് എനിക്കൊരു ചോദ്യമാണ്. ഞാൻ ഇതുവരെ ഫ്രണ്ട് ആപ്പ് ഇതുവരെ ഡൗൺലോഡ് യൂസ് ചെയ്തിട്ടില്ല. ഒരു കാര്യം ചെയ്യും, എനിക്ക് നിങ്ങളെ എങ്ങനെയാണ് കിട്ടുക ഇതിനകത്ത്? ഇപ്പം നിങ്ങളൊക്കെ ഈ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടല്ലോ, ഈ പ്രമുഖരായിട്ടുള്ള ഇൻഫ്ലുവൻസ വൈറസുകളൊക്കെ ഇപ്പോൾ കുറേ വഴിയുണ്ട്. അവരൊക്കെ ഇത് ഡൗൺലോഡ് ചെയ്ത് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്താവ് എനിക്ക് വലിയ താല്പര്യമാണ്. നിങ്ങൾ എങ്ങനെയാണ് എനിക്ക് ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് പൈസയൊക്കെ തരാം. കാരണം ഞാൻ റീചാർജ് ഒക്കെ ചെയ്ത് ഞാൻ അത്യാവശ്യം നല്ല പൈസയൊക്കെ മുടക്കി ഇതൊക്കെ എടുത്തിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം. എനിക്ക് നിങ്ങളോട് ചിലപ്പം നട്ടപ്പാതിരാത്രിക്ക് വെളുപ്പാങ്കാലത്തോ ചില സമയങ്ങളിലൊക്കെ എനിക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ എങ്ങനെ കണ്ടെത്തും? ഈ പ്രമുഖ ഇൻഫ്ലുവൻസർ അഥവാ ഇത് പ്രൊമോട്ട് ചെയ്ത ആൾക്കാരെ നിങ്ങളെ എങ്ങനെ കിട്ടണം? നമുക്ക് നിങ്ങളെയാണ് വേണ്ടത് ഇതിനകത്ത് സംസാരിക്കാൻ. എന്താ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു തരുമോ? ഒന്ന് കമന്റ്, നിങ്ങൾ വീഡിയോയോട് ചെയ്താലും മതി. നമുക്ക് നിങ്ങളെയാണ് വേണ്ടത്, നിങ്ങളോട് സംസാരിച്ചാൽ മതി. എന്തായാലും നമ്മളാണ് പൈസ മുടക്കേണ്ടത്, ആണുങ്ങളാണ് പൈസ മുടക്കേണ്ടത്, പെണ്ണുങ്ങളാണ് പൈസ വാങ്ങുന്ന ആൾക്കാർ. അപ്പം നിങ്ങളെ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പൈസ മുടക്കാൻ റെഡിയാണെന്ന്, എന്താണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ അകത്തല്ലേ നിങ്ങൾ പറയുന്നത് എല്ലാം അടിപൊളിയാണെന്ന്, സേഫ് ആണെന്ന്, ഒരു കുഴപ്പമില്ലെന്ന്. അപ്പോൾ നമുക്ക് നിങ്ങളെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പറഞ്ഞുകൊണ്ടൊരു പ്രശ്നമില്ലല്ലോ, ഇതൊരു ഒഫൻസ് അല്ലല്ലോ. കാരണം നിങ്ങൾ പറഞ്ഞത് ഭയങ്കര നല്ല സെക്യൂർഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ സുഹൃത്തുക്കൾ ഉണ്ടാക്കാൻ പറ്റുന്ന, എനിക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളാവണം. ഇത് കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഇവരുടെ സുഹൃത്തുക്കളാവണോ എന്നുള്ളൊരു കമൻറ്റ് ചെയ്യും. നമുക്ക് അവരുടെ ഐഡിയ ഒക്കെ ഒന്ന് കിട്ടണം. എങ്ങനെയാണ് നമുക്ക് ഈ ഫ്രണ്ട് ആപ്പ് വഴി ഇവരിലേക്ക് എത്താൻ പറ്റുക? നമുക്ക് ഇവരുടെ സുഹൃത്തുക്കളാവാം, നമുക്ക് പറയാമല്ലോ, ഇന്ന ആൾ നമ്മൾ ഈ ഫ്രണ്ട് ആപ്പ് വഴി സംസാരിച്ചു, ഇന്ന ഇൻഫ്ലുവൻസറുമായിട്ട് സംസാരിച്ചിരുന്നു, പൊളിയാണ്, നമ്മൾ കുറേ നേരം സംസാരിച്ചു, ഞാൻ കുറേ പൈസ മുടക്കി എന്നൊക്കെ പറയാമല്ലോ എന്നുള്ള രീതിയിൽ വെറുതെ ഒരു രസത്തിന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയതാണ്. അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഈ പറഞ്ഞ വോയിസ് റെക്കഗ്നൈസേഷൻ, അത് ഒരുപാട് പേര് പറയുന്നുണ്ട്, വോയിസ് റെക്കഗ്നൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ആപ്പ് സേഫ് ആണ്, ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ടാവില്ല എന്ന് ഇവർ പറയുന്നുണ്ട്. ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഷോർട്സിലും അവരുടെ വീഡിയോയിലൊക്കെ പറയുന്നത് അങ്ങനെയാണ്. വോയിസ് റെക്കഗ്നൈസേഷൻ എന്ന് പറഞ്ഞ സാധനം ഈ ആപ്പിൽ ഉണ്ട്. പക്ഷെ അത് ആ ആപ്പിനെ പെണ്ണാണോ ആണാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പെണ്ണാണെന്ന് തിരിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ വേണ്ട, അത് ലോഗിൻ ചെയ്യാനും അത് യൂസ് ചെയ്യാനും പൈസ ആവശ്യമില്ല. പക്ഷെ ആണാണെങ്കിൽ അവിടെ പേയ്മെന്റ് വേണം. അങ്ങനെയാണ് ഈ ആപ്പ് പോകുന്നത്. അപ്പൊ ഞാൻ എന്തൊക്കെയായിരുന്നു ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ലോഗിൻ സമയത്ത് തന്നെ ഇതിനകത്ത് ഇങ്ങനെ വോയിസ് ഇതൊക്കെ റെക്കഗ്നൈസേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് സേഫ് ആണ് എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ സേഫ് ആണ് എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ സേഫ് അല്ല എന്നുള്ള കാര്യം, അത് പെണ്ണാണെങ്കിൽ പൈസ കൊടുക്കേണ്ട, ആണാണെങ്കിൽ പൈസ കൊടുക്കണം എന്നുള്ള കാര്യം പബ്ലിക്കായിട്ട് ഇവിടെ ആൾക്കാർക്ക് ഇപ്പോൾ പറയേണ്ടി വരുന്നത്. അവർ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള സ്ത്രീയാണോ ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്നത്. അന്നത്തെ വീഡിയോസിൻ്റെ അകത്ത് ഞാൻ അതിനകത്ത് വ്യക്തമായി പല സ്ത്രീകളും ഇതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ വ്യഭിചാരശാലയെ
ഐഡിയയെ പബ്ലിക്കായിട്ട് ഡേറ്റിംഗ് ആപ്പ് എന്നൊക്കെ ഉള്ള ഒരു വ്യാജേന അങ്ങ് പ്രൊമോട്ട് ചെയ്യുക. ഇവർ പറഞ്ഞതിനകത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ്, കുറേ ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് അറിഞ്ഞത്. ഈ പറയുന്ന ഫ്രണ്ട് ആപ്പ് മാത്രമല്ല ഈ പറഞ്ഞ സോക്കോൾഡ് ഈ പറഞ്ഞ സാധനം പണ്ട് മുതലേ ഉണ്ട്. ഡേറ്റിംഗ് ആപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തർ ഇന്റൻഷനലി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കട്ടെ, ആവശ്യക്കാരെ പോട്ടെ, ആണായാലും പെണ്ണാലും ഉപയോഗിക്കട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ പൈസ ഉണ്ടാക്കാം, സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നേട്ടമുണ്ടാകും, കുറച്ച് നേരം അതിനകത്ത് ഇരുന്ന് കൊടുത്താൽ നിങ്ങൾക്ക് കുറേ പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ആ കുഴി കൊണ്ട് ചാടി സേഫാണെന്നൊക്കെ ഭയങ്കര ഉന്നതനെന്ന് പറയുന്ന അവകാശപ്പെടുന്ന ഈ സ്വയം ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന സോക്കോൾഡ് സ്മൂത്തി നല്ല ആൾക്കാരൊക്കെ ഇതൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് ആൾക്കാരെ ആ കുഴിക്കകത്ത് കൊണ്ട് ചാടിച്ചിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഞങ്ങൾ സാമൂഹിക സേവനം മാത്രമാണ്, വ്യഭിചാരശാലയാണ് ഈ ഓൺലൈൻ ഈ പറഞ്ഞ ആപ്പൊക്കെ പബ്ലിക്കായിട്ട് ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്. ആ പേരാ പറയുന്നത്. പറഞ്ഞതുപോലെ തന്നെ അന്ന് യൂസ് ചെയ്തപ്പോൾ കുറേ പേര് സംസാരിക്കുന്നതാണ് കേട്ടത്, ഗ്രൂപ്പായിട്ട് കുറേ പേര് സംസാരിക്കുന്നത്. എനിക്കെന്തോ അതിലൊന്നും തോന്നിയില്ല, ഞാൻ അതേപോലെ ബാക്ക് അടിച്ച് പോകുന്നു. അത് ഒരു പെണ്ണിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഒരാൾ വരും അതിൽ സംസാരിക്കും, കുറച്ച് കഴിഞ്ഞാൽ പോകും, പിന്നെ അടുത്ത ആൾ വരും അവർ സംസാരിക്കും, എന്തൊക്കെ കാഷ്വലായിട്ട് സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടത് കേട്ടോ. അന്ന് ഞാൻ ബാക്ക് അടിച്ച് പോയി, എനിക്ക് യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞാൻ വലിയ കാര്യമാക്കി വെച്ചില്ല. പിന്നീട് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഈ ഒരു ആപ്പിനെ കുറിച്ചുള്ള വീഡിയോസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അതായത് ഈ ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നത് നല്ല ആപ്പാണ്, ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം, ഏൺ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിലും ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന സത്യാവസ്ഥ ഇതല്ല എന്നാണ് പലരും പറഞ്ഞു. അതെ, ഇതിനകത്ത് പറയുന്ന പരിപാടി ഇതാണ്, നമുക്ക് ഏൺ ചെയ്യാം, നമുക്ക് ഒത്തിരി നല്ല ഫ്രണ്ട്സിനെ കിട്ടും, മറ്റുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഹസ്ബൻഡൊക്കെ നിൽക്കുമ്പോൾ ഞാൻ കുറച്ച് സുഹൃത്തുക്കളായിട്ടൊക്കെ അങ്ങനെയാണ് പോയിട്ടൊക്കെ വരട്ടെ നമുക്ക്. അപ്പം അതിനകത്ത് സംസാരിച്ച ആൾക്കാരൊക്കെ പറഞ്ഞ് അതിൻ്റെ അകത്തുള്ള ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്ന രീതി എന്ന് വെച്ചാൽ എന്താണ്, ഭക്ഷണം കഴിച്ചോ, വീട്ടുകാരൊക്കെ ഉണ്ട്, സുഖമാണോ എന്നുള്ളതല്ല ചോദിക്കുന്നത്, സ്ട്രെയിറ്റ് ടു ടോക്ക് സംതിങ് മറ്റതാണ്. മനസ്സിലായോ? എന്താണെന്ന് മനസ്സിലായല്ലോ? അപ്പോൾ അതിനൊക്കെ പ്രൊമോട്ട് ചെയ്തവരൊക്കെ വന്നിരുന്ന് മെഴുകുമ്പം ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് മാത്രമല്ല വിദ്യാഭ്യാസം ഉള്ളത്, ഇത് കാണുന്ന മലയാളികൾക്കും വിദ്യാഭ്യാസം ഉണ്ട്. അവിടെ പോയിരിക്കുന്ന ആണുങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ കൊടുക്കാൻ കണക്കാക്കിയിട്ടുള്ള പെണ്ണുങ്ങളവിടെ വേണം. ആ പെണ്ണുങ്ങളെ തെറ്റായ രീതിയിൽ കൊണ്ട് അവിടെ ഇരുത്തുന്നതിനാണ് എതിരെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനും ഒരിക്കലും എന്തായാലും ഞാൻ ഇൻസ്റ്റാൾ ചെയ്താണോ, ഞാൻ ഈ ആപ്പ് എടുത്ത് നോക്കി. എന്നിട്ട് ഇതിൽ നമുക്ക് ജോയിൻ ഓഡിയോ കോൾസ് എന്നുള്ള റൂം ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതിൽ ഞാൻ ഓഡിയോ കോളിൽ ജോയിൻ ചെയ്തു. അപ്പം വേഗം നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വേറൊരാളായിട്ട് നമ്മുടെ കോൾ കണക്ട് ആവും. ഈ വരുന്നതൊക്കെ ആണുങ്ങൾ തന്നെയായിരിക്കും. നമുക്ക് പെണ്ണുങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ കിട്ടില്ല, അത് വേറെ എന്തൊക്കെ റൂമും കാര്യങ്ങളും ഉണ്ട്, എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. എന്തായാലും ആദ്യം എനിക്കൊരു കോള് കണക്ട് ആയി. ആ സംസാരിച്ച ആൾ എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചു. ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ എല്ലാ ഡീറ്റെയിൽസും തെറ്റിച്ച് തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇവർ ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ടാവില്ല എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. അതെ, ഫേക്ക് പ്രൊഫൈൽസ് ഇല്ല, വോയിസ് റെക്കഗ്നൈസേഷൻ ഉള്ളതുകൊണ്ട് ഫേസ് പ്രൊഫൈൽസ് ഉണ്ടാക്കാൻ കഴിയില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഫേസ് പ്രൊഫൈൽസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, ഫേസ് പ്രൊഫൈൽസിലൂടെ ഒരുപാട് ആൾക്കാർക്ക് ജീവിതം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ കുട്ടി പറയുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എന്നിട്ട് വലിയ വായ്ത്താളം അടിക്കും, പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഒന്ന് ന്യായം പറയും. എന്തൊക്കെയാണ്. തൃശ്ശൂർ ഇരുന്നിട്ട് മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് മലപ്പുറം, അതിന്റെ കൂടുതൽ വേറെ ഒന്നും അവിടെ ഇല്ല. എന്നിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ കാര്യം ചോദിച്ചു, എന്താണ് ഇത്രയും നാളെ ഇതേ സെയിം സാധനം, ഇതേ സെയിം പരിപാടി കുറേ അധികം ആൾക്കാർ എന്നോട് പറഞ്ഞു. അതായത് ഈ ഫേക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഫേക്ക് ആണ് ഈ സാധനം, ഇതിനകത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തികളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തുകൊണ്ടല്ല അത് ചെയ്യുന്നത്. അപ്പോൾ ആ സാധനത്തിന് ഫേക്ക് എന്നല്ലാതെ എന്തുവാടെ പറയാൻ? ഐഡന്റിറ്റി റിവീൽ ചെയ്യാത്തൊരു പരിപാടിയെക്കുറിച്ചല്ലേ നമ്മൾ പറയുന്നത് ഫേക്ക് ആണെന്ന്. ഐഡന്റിറ്റിയോ ഒരു കാര്യം പബ്ലിക് ആക്കാത്ത ഒരു കാര്യം ചെയ്യുന്നതിന് ആ ഒരു സംഭവം സ്വന്തം പ്രൊഫൈൽ ID, ഇപ്പം ഇതിനകത്ത് ജാസ്മിൻ ജാഫർ പ്രൊമോട്ട് ചെയ്തു, തനി മലയാളി പ്രൊമോട്ട് ചെയ്തു, അവർ എന്തായാലും പിന്നെ ഒന്ന് പറഞ്ഞു, പിന്നെ ആലീസ് ക്രിസ്റ്റി പറഞ്ഞു, പിന്നെ കുറേ അധികം ആൾക്കാരുണ്ടല്ലോ. ഇവർക്ക് പറഞ്ഞു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന്. ഇവരുടെയൊക്കെ ഒറിജിനൽ അക്കൗണ്ട് ഇവർക്ക് നമ്മുടെ മുമ്പിൽ കാണിക്കാൻ പറ്റുമോ? ഇതാണ് എൻ്റെ സ്വന്തം ID, അല്ലെങ്കിൽ സ്വന്തം അക്കൗണ്ട്, അല്ലെങ്കിൽ സ്വന്തം സംഭവം ഒന്ന് കാണിക്കാൻ പറ്റുമോ? എനിക്ക് അറിഞ്ഞുവിടാൻ മേലാത്തത് ചോദിക്കുക. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും, വെല്ലുവിളിയൊന്നുമല്ല, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു ID ഉണ്ടാവത്തില്ല. ബിക്കോസ് നിങ്ങൾ പോലും ഇതിനകത്തൊരു എന്താ പറയുക, ഒരു ഫേക്ക് ആയിട്ടൊരു സംഭവത്തിൻ്റെ അകത്തൂടെയാണ് ഈ സാധനം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവില്ല, ഉപയോഗിച്ചിട്ടുണ്ടാവത്തില്ല. പിന്നെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പൈസ വാങ്ങി മുക്കി നമുക്ക് നക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യാമല്ലോ പരിപാടി. വേറൊന്നും അവിടെ ഇല്ല. എന്നിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ കാര്യം ചോദിച്ചു, എന്താണ് ഇത്രയും നാളെ എത്ര നാളായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു 2-2.5 മാസത്തോളമായി ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആൾ 2 തവണ റീചാർജ് ചെയ്തു എന്നാണ്. അപ്പോൾ ഈ റീചാർജ് ചെയ്യാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ 600-650 രൂപയോളമാണെന്ന് തോന്നുന്നു ഒരു വട്ടം റീചാർജ് ചെയ്യാൻ വരുന്നത്. അങ്ങനെ ആൾ 2 തവണ കൂടുതൽ റീചാർജ് ചെയ്തിട്ടുണ്ട്. ഒരു തവണ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 4 മണിക്കൂർ സംസാരിക്കാനുള്ള ഓപ്ഷനാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ 600 രൂപയ്ക്ക് ചാർജ് ചെയ്താൽ ഏതാണ്ട് 4 മണിക്കൂർ സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം 4 മണിക്കൂർ സംസാരിക്കുന്ന സമയത്തിനുള്ളിൽ ഈ 600-ൽ ഒരു ഭാഗം ഈ പെൺകുട്ടിക്ക് കിട്ടും, ബാക്കിയുള്ളത് ഈ കമ്പനി പ്ലാറ്റ്ഫോം എടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം പൈസ മണിക്കൂറുകൾക്ക് ഇത്രയും പൈസ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളിങ്ങനെ ഒരു റോസ് വരും, ഒരു ഗോൾഡൻ കളർ റോസ്. അതായത് നമ്മൾ ഈ STD കോൾസ് ഒക്കെ ഇല്ലേ, നമ്മൾ ബൂത്തിലൊക്കെ പോയിട്ട് കോൾ ചെയ്യുന്ന സമയത്ത് ഇത്ര നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് കോയിൻ ഇട്ട് കൊടുക്കുന്നൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ അവരവിടെ നിന്ന് കോയിൻ ഇടുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഗോൾഡൻ കളർ റോസ് ഇടുന്നതിനനുസരിച്ച് എങ്ങാണ്ടാണ് സംസാരിക്കാനുള്ള ടൈം കിട്ടുന്നത്.
അപ്പൊ ഞാൻ ആളുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ തുറന്ന് പറഞ്ഞു, എനിക്കൊരു ചെറിയ യൂട്യൂബ് ചാനൽ ഉണ്ട്, അപ്പൊ അതിൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം ഞാൻ തുറന്ന് പറഞ്ഞു. ചേട്ടൻ ഈ ആപ്പിനെ കുറിച്ച് മനസ്സിലായ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച സമയത്ത് ആൾ പറഞ്ഞു തന്നു. അത് ഈ ഒരു ആപ്പിൽ വരുന്ന 95% ആൾക്കാരും പറയുന്നതും അല്ലെങ്കിൽ അവർക്ക് വേണ്ടതും, ഈ ആളുകൾ എന്തായാലും പേയ്മെന്റ് നടത്തിയിട്ടാണ് വരുന്നത്, അപ്പൊ അവർക്ക് വേണ്ടത് സെക്സിനെ കുറിച്ചുള്ള സംസാരങ്ങളും ചാറ്റുകളും തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് അയ്യോ, സോക്കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് കേൾക്കുന്നുണ്ടോ? ഇതിനകത്ത് പോയിട്ട് മറ്റേ എന്താണ് നമ്മുടെ യോഗ പഠിക്കാം, പാചകം പഠിക്കാം, പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ പഠിക്കാം, ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വരെ പഠിപ്പിക്കുന്നത് പോലും ഫ്രണ്ട് ആപ്പിൽ നിന്നാണെന്നൊക്കെ പറയുന്ന ഏതൊക്കെയോ ഗവൺമെൻറ് സർവീസിനകത്തുള്ള MVDയോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തൊക്കെ ഉള്ള ആളുടെയൊക്കെ ഭാര്യയൊക്കെ ഇതുപോലെയൊക്കെ വന്നിരുന്ന് ഇതുപോലുള്ള ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സത്യം പറയാനല്ലോ, ഇനി ഈ ഒരു സാധനത്തിൻ്റെ അകത്തൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അതിൻ്റെ അകത്ത് ആ വീഡിയോയുടെ അകത്ത് അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഫോട്ടോ അടക്കം വെച്ചുകൊണ്ട് ഈ മന്ത്രിമാർക്ക് മറ്റുള്ളവർക്കടക്കം ഇതിനകത്ത് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസും വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഈ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഗവൺമെൻറ് സർവീസിലുള്ള ആൾക്കാരും ഇതിനകത്ത് നിൽക്കുന്നു നടക്കാനുള്ള കാര്യം പബ്ലിക്കിൽ സത്യം പറഞ്ഞാൽ വരണം. അങ്ങനെയുള്ള രീതിയിലേക്ക് അവർ എക്സ്പോസ് ചെയ്യണം. സത്യം പറഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്ത് തേങ്ങാക്കൊലയും ചെയ്യും, പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. കിട്ടും തോറും ആർത്തി മൂത്ത് ആർത്തി പണ്ടാരങ്ങളായിട്ട് നിൽക്കുകയാണ്. എടാ പൈസ വേണം, എല്ലാത്തിനും പൈസ വേണം, നീയൊക്കെ ഉണ്ടാക്ക്, എങ്ങനെ ഉണ്ടാക്ക്. പക്ഷെ ഒരു പരിധി വരെ സമൂഹത്തിനെ മൊത്തം ഒരു വൃത്തികേടിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയും ലഹരി മറ്റത് മറിച്ചത്, ഇത് മറ്റൊരു സംഭവം, ആൾക്കാർക്ക് ആവശ്യമുള്ളത് തന്നെയാണ്, നമ്മുടെ ബയോളജിക്കൽ നീഡ് തന്നെയാണ്. എങ്കിലും ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മറ്റേ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നതും ഇതൊക്കെ കമൻറ്റ് ബോക്സിൽ കാണുമ്പോൾ ചിരിയാ വരുന്നത്. വലിയ ഡയലോഗൊക്കെ വിടുന്നത്. എന്നാൽ ചെയ്യുന്ന പരിപാടിയോ ഗവൺമെൻറ് സർവീസും ഗവൺമെൻറ് ജനങ്ങളുടെ നികുതി പണങ്ങളും കൊണ്ട് തിന്നുന്ന ആൾക്കാരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കുത്തിൻ്റെ ഡയലോഗ് അടിക്കുന്നത്. തന്നെയാണ് അവർ വരുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിനെ ഉണ്ടാക്കലല്ല അവിടെ നടക്കുന്നത്. സത്യത്തിൽ അതിന് താല്പര്യമുള്ള പെൺകുട്ടികൾക്ക് അതിന് നിന്ന് ഫ്രണ്ടിനെ ഉണ്ടാക്കൽ ആണല്ലോ ഇവിടെ കുറെ ആദ്യം ഇൻഫ്ലുവൻസേഴ്സ്. ഞാനിപ്പോൾ പിസ്സ കഴിച്ചതിന് ശേഷം ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പ് ഫ്രണ്ട് ആപ്പ് എടുത്ത് നോക്കിയപ്പോഴേക്കും കുറേ അധികം ആൾക്കാർ ചാറ്റുണ്ട്, ഗ്രൂപ്പുണ്ട്, മറ്റതുണ്ട്, മറിച്ചുണ്ട്. ആരൊക്കെ പറയുന്ന കേട്ടായിരുന്നു. അൾട്ടിമേറ്റ് പുച്ഛം. സത്യം ഇവരൊക്കെ ഒരുപാട് ഇവരെ മറ്റേ കുറേ അധികം ഫാൻസ് എന്ന് പറഞ്ഞാൽ ഈ മണ്ടന്മാരെയും മണ്ടത്തികളെയും വെച്ച് ഇവരൊക്കെ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കി തിന്നെയാണ്. എന്നിട്ട് ഏമ്പക്കം വിട്ടിട്ട് അപ്പോഴും പറയും നല്ല ഏമ്പക്കം, നമ്മുടെ ആരാധനാമൂർത്തിയുടെ ഏമ്പക്കം വന്നത് കണ്ടോ, എന്താ രസം, അടിപൊളി. പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഓൺലൈൻ വേശ്യാലയം എന്നൊക്കെ പറയുന്നത്. സത്യമാണ്, അങ്ങനെ തന്നെയാണ് ഈ ഒരു ആപ്പിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓൺലൈൻ വേശ്യാലയം ആ കുട്ടി തന്നെ പറഞ്ഞു, മനസ്സിലായോ? ഓൺലൈൻ വ്യഭിചാരത്തിൻ്റെ പരിപാടി നടക്കുന്ന ഒരു കട, ഇറച്ചിക്കട. അവിടെ വിൽപ്പനയ്ക്ക് പെൺകുട്ടികളെ എത്തിക്കും ഫ്രീ ആയിട്ട്. അവരെ അങ്ങോട്ട് പൈസ കൊടുത്ത് അവരെ പ്രദർശന വസ്തുവാക്കും, ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് നിരത്തും. അതിനകത്ത് താല്പര്യമുള്ളവർക്ക് പൈസ അവിടെ നിൽക്കുന്നതോറും പൈസ കിട്ടിക്കൊണ്ടിരിക്കും. അതറിയാതെ ചുമ്മാ ഇങ്ങനെ കുറച്ച് ദിവസം എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ചെറിയ ബുദ്ധിമുട്ടുള്ളവർ ചിലപ്പോൾ അറിയാതെ ഇതിനകത്ത് പെട്ടുപോകും. റാക്കറ്റുകളുടെ കയ്യിൽ പിടിയാവും. മാഫിയകൾ കൊണ്ടുപോയി ഇവരെ വിൽക്കും. അവസാനം നമ്മൾ പല സ്ട്രീറ്റുകളിൽ കാണും മറ്റേതരം. അപ്പൊ ഈ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് ആള് പറഞ്ഞു മാരീഡ് ആയിട്ടുള്ള മലയാളി പെൺകുട്ടികൾ തന്നെ ആളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, ആൾ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ ഹിന്ദിക്കാർ വരുന്ന സമയത്ത് ഇവര് വാട്സ്ആപ്പ് നമ്പർ അതേപോലെ വീഡിയോ കോൾസ് അങ്ങനെയൊക്കെ പോകുന്നു പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു ആപ്പിന്റെ പ്രശ്നമായിട്ട് ആ ചേട്ടന് തോന്നിയ കാര്യം ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. അതായത് ആൾ ഒരാളുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് കമ്പനി ആയി നല്ല അടുപ്പായി എന്ന് വിചാരിക്കുക, വീണ്ടും ആ ആളുടെ അടുത്ത് സംസാരിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. കട്ടായി പോയി കഴിഞ്ഞാൽ കട്ടായി പോയി എന്നാണ്. ഫോളോ ചെയ്യാൻ പറ്റും, ഫോളോ റിക്വസ്റ്റ് അയക്കാൻ പറ്റും, പിന്നീട് സംസാരിക്കണോ വേണ്ടയോ എന്നുള്ളത് ആ പെൺകുട്ടിയാണ് തീരുമാനിക്കുന്നത് എന്ന് കൂടി പറഞ്ഞു. അതായത് ഈ ആണുങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ റീചാർജ് ചെയ്തിട്ട് കോളിന് വേണ്ടി നിന്ന് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഏത് കോൾ കണക്ട് ചെയ്യാൻ നമ്മുടെ ആണുങ്ങൾക്ക് സത്യം പറഞ്ഞാൽ റീചാർജ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ റീഫിൽ ഓപ്ഷൻ. മനസ്സിലാവുന്നുണ്ടോ ഇതിനകത്ത്? ആരെ വിളിക്കണം എന്നുള്ളത് ആണുങ്ങൾക്ക് അതിൽ തീരുമാനിക്കാൻ പറ്റില്ല എന്നാണ് ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു. ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡർ ഓൺ ചെയ്തു. പക്ഷേ അത് ആൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ എൻ്റെ ഉദ്ദേശം ഇതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളും അതിനനുസരിച്ച് തന്നെയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. പിന്നെ ഞാൻ ആളുടെ കോൾ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ ഫേക്ക് പ്രൊഫൈൽസ് ഒന്നും ഇല്ല, അതൊക്കെ വെറുതെ പറയാണ്. ആണാണ് പെണ്ണാണെന്നുള്ള കാര്യത്തിൽ മാത്രം ആപ്പ് ഉറപ്പ് വരുത്തുന്നുണ്ട്, ബാക്കിയുള്ളതിലൊന്നും കാര്യമില്ല. എവിടെയും നമുക്കൊരു പ്രൊഫൈൽ ഫോട്ടോ ഒന്നും ആരും ആഡ് ചെയ്ത് ഞാൻ കണ്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഏത് പേരാണോ നമ്മൾ കൊടുക്കുന്നത്. അതാ പറഞ്ഞേ, പ്രൊഫൈൽ ഫോട്ടോ എന്ന് എവിടെ ആഡ് ചെയ്ത് കുട്ടി കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ സോക്കോൾഡ് ഈ ഇൻഫ്ലുവൻസേഴ്സ് ഇവരുടെയൊക്കെ ഐഡിയൊക്കെ ഒന്ന് പുറത്ത് വിട്. നമ്മൾ നിങ്ങളെയൊക്കെ ഒന്ന് ഐഡിയൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് വന്ന് നിങ്ങളെയൊക്കെ ഒന്ന് വിളിക്കട്ടെ, നമുക്ക് സംസാരിക്കണ്ടേ? നമുക്ക് എന്താ ഭയങ്കര ഡേറ്റിംഗ് ആപ്പും മറ്റുള്ള പരിപാടികളൊക്കെ നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാന്നേ. ഒന്ന് നിങ്ങൾ ഐഡിയൊക്കെ ഒന്ന് പുറത്ത് വിട്, സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് നിങ്ങളുടെ പബ്ലിക്കാക്ക്, കാണട്ടെ, ജനങ്ങൾ വരട്ടെ, നിങ്ങളെ വിളിക്കാനെങ്കിലും അതിനകത്ത് വരട്ടെ. വേണ്ടേ? അവർക്ക് കാണല്ലേ നിങ്ങളോടൊക്കെ സംസാരിക്കാൻ. എങ്ങനെ ഇതിൻ്റെ ആ ഒരു രീതി അനുസരിച്ചിട്ട് ഏത് സ്ഥലമാണ് നമ്മൾ പറയുന്നത്, നമ്പർ പോലും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ചേട്ടൻ അടുത്ത് സംസാരിച്ച സമയത്ത് ഞാൻ ചോദിച്ചു, ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളൂ, ചേട്ടൻ എത്ര നാളായി ഈ ഒരു ആപ്പിൽ? ആൾ ഏകദേശം 2.5 മാസത്തോളമായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പറഞ്ഞു. എങ്ങനെയുണ്ട് ഈ ഒരു ആപ്പ്, എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനുള്ളത് എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഈ ആപ്പിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ്, ഓപ്പൺ ആയിട്ടുള്ള സംസാരങ്ങളാണ് ആൾക്കാർക്ക് വേണ്ടത്, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് വരുന്നത്. ഒരു 95% ആൾക്കാരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആളുടെ അടുത്ത് അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ച സമയത്ത് ആൾ പറഞ്ഞു ആളുടെ അടുത്ത് കൂടുതലും വന്നിട്ടുള്ളത് ബാംഗ്ലൂരൊക്കെ പഠിക്കുന്ന നഴ്സിംഗിനും മറ്റു കോഴ്സുകൾക്കൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളാണ് വന്നിട്ടുള്ളത്. അവർ ഈ ഒരു കോൾ കഴിഞ്ഞ സമയത്ത് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയക്കാൻ അങ്ങനെ എന്തോ ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു.
തോന്നുന്നു. അപ്പോൾ ഇവർ ടെലഗ്രാം നമ്പറോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് നമ്പറോ ഇട്ട് തരും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആളെ വിളിച്ചിട്ട് ചോദിക്കുന്നു. പലപ്പോഴും പലരും വിളിച്ച് ചോദിച്ച് പൈസ ചോദിക്കുന്നു. അതായത് വീട്ടിന് ഫീസ് അടയ്ക്കാൻ വേണ്ടി 1500 രൂപ അയച്ചു തന്നു. അതിൽ 1000 രൂപ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചു. പിന്നെ ഒരു 500 രൂപേന്റെ ഷോർട്ടേജ് ഉണ്ട്, ചേട്ടനൊന്ന് അയച്ചു തരുമെന്ന് ചോദിച്ചിട്ട് വിളിക്കും. അതുപോലെ ഹോസ്പിറ്റൽ കേസാണ്, അത്യാവശ്യമാണ്, ഒരു 500 രൂപ അയച്ചു തരുമെന്ന്. ആലോചിച്ച് ഇതിനകത്തൂടെ നമ്പർ ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ഇതിലേക്ക് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന സാഹചര്യം അവിടെ നിന്ന് തുടക്കം വിടും. തുടക്കം വിട്ട് കഴിഞ്ഞാൽ ഇവർ ഇതിൻ്റെ അകത്ത് പിടിയിലാകപ്പെടും. പിന്നെ പൈസ ചോദിപ്പായി, മറ്റതായി മറിച്ചതായി. പെൺകുട്ടികൾ ചിലപ്പോൾ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും, മനഃപൂർവ്വമായിട്ടാവണമെന്നില്ല. ചിലപ്പം ചെറിയ ഹെൽപ്പൊക്കെ ചോദിച്ചിട്ട് മറ്റേ തരാമല്ലോ, എന്തുകൊണ്ട് തരാമല്ലോ, നിങ്ങൾ ഇങ്ങ് വാ, നമുക്ക് ഒരു കാര്യം ചെയ്യാൻ 5000 രൂപ തരാം, ഇതുവരെ ഒന്ന് വാ, അല്ലെങ്കിൽ 10000 രൂപ തരാം, നീ ഇതുവരെ വാ എന്ന് പറഞ്ഞാൽ ഒരു ദുർബല നിമിഷത്തിൽ അവർ ഒരു ചിന്തിച്ച് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്ക്. പിന്നീട് അത് കാണുന്നൊരു ശവശരീരമായിട്ട് വല്ല റെയിൽവേ ട്രാക്കുകളിലൊക്കെ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ അതാ പറഞ്ഞത്, ഇതിനകത്തുള്ള എല്ലാവരും എല്ലാ ഭാഗത്തും മിസ്റ്റേക്സ് ഉണ്ട്. ഇത് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കും. പക്ഷേ ഇങ്ങനെയുള്ളൊരു കാര്യം ലക്ഷക്കണക്കിന് ഡേറ്റിംഗ് ആപ്പുകൾ നമ്മുടെ ആപ്പ് സ്റ്റോറുകളിൽ കിട്ടും, പ്ലേ സ്റ്റോറുകളിൽ കിട്ടും. പക്ഷേ അവർ കൊടുക്കുന്ന പ്രൊമോഷൻസ് മറ്റേ ഓൺലൈൻ എവിടെയെങ്കിലുമൊക്കെ കാണുന്നതാണുള്ളൂ. നമ്മൾ വേണമെങ്കിൽ കുത്തി നമ്മുടെ ആയിട്ട് ചെന്ന് കയറണം. പക്ഷേ ഇത് ഞാൻ പറയുന്നുണ്ട്, ഇതിൻ്റെ പ്രശ്നം ഈ ഒരു സാധനം പ്രൊമോട്ട് ചെയ്ത് വളരെ പ്രമുഖരായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് തന്നെ ആൾക്കാരെ വരുമാനം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് ഒരു ഏജൻറ്റ് ഒരു വേശ്യാലയത്തിലേക്ക് പെൺകുട്ടികളെ കൊടുക്കുന്ന ഒരു ദല്ലാൾ പണിയാണ്, അഥവാ ഇവർ ചെയ്യുന്ന ഒരു ഏജൻറ്റ് പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. അതിൻ്റെ പ്രതിഫലം പറ്റുന്നു. മറ്റുള്ളവരുടെ ഇറച്ചി വിൽക്കുന്നതിൻ്റെ പ്രതിഫലം പറ്റി ഇവർ ജീവിക്കുന്നു. ഇവരെന്താ വിളിക്കേണ്ടത്? അപ്പം ഈ ഒരു വിശദമായ വീഡിയോ ഈ കുട്ടിയുടെ ചാനലിൽ തന്നെ പോയി കാണണം. തങ്കമണി വ്ളോഗ്സ് എന്നാ പേര്, നല്ല പേര്, തങ്കമണി വ്ളോഗ്സ്. ഓക്കെ, തങ്കമണി വ്ളോഗ്സ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ, തങ്കമണി തന്നെ തങ്കമണി വ്ളോഗ്സ് എന്ന് പറയുന്ന ആ ചാനലിൽ പോയിട്ട് നിങ്ങൾ കാണണം. ആ കുട്ടിയുടെ വീഡിയോയിലകത്ത് ആ എക്സ്പീരിയൻസ് പൂർണ്ണമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ കഴിയുമെങ്കിൽ ഞാനത് വീഡിയോ താഴെ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം, നിങ്ങൾക്കപ്പോൾ ചെന്ന് കാണാമല്ലോ. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സിലായില്ലേ? ഞാൻ പിന്നെ എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ചായിരുന്നു, എന്താണ് ഈ നമ്മുടെ GCC കൺട്രീസ് അല്ലല്ലോ, ഈ ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്തൊരു സോക്കോൾഡ് ഇൻഫ്ലുവൻസർ പറഞ്ഞത് അവരുടെ രാജ്യത്ത് കിട്ടുമെന്നാണ്. ഞാൻ നോക്കിയപ്പോഴേക്കും ഈ യൂറോപ്യൻ കൺട്രീസിലൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ഈ ആൾക്കാരൊക്കെ പറയുന്നത്. പ്രത്യേകിച്ചും ആ പുള്ളിക്കാരത്തി പ്രൊമോട്ട് ചെയ്ത സമയത്തൊന്നും ഈ സമയത്ത് അവിടെ ഒന്നുമില്ല, ഡെൻമാർക്കിലില്ല, ജർമ്മനിയിലില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് കമൻറ്റ്സ് ഞാൻ കാണും, നെതർലാൻഡ്സിലില്ല ഒക്കെ പറയുന്നു. അപ്പോൾ പിന്നെ എവിടെയാണ് അവർ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചെന്ന് അറിയത്തില്ല. ഓക്കെ, എന്തിനാണ് ആൾക്കാരെ പൈസയ്ക്ക് വേണ്ടി പറ്റിക്കുന്നത്? എന്തിന്? ഒന്നും ഉപകാരപ്പെടത്തില്ല, അത്രേ പറയാനുള്ളൂ. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്, ബൈ.